സാനിയോ, വെരി ഗുഡ് മോർണിംഗ് സാനിയോ. നല്ല പ്രഭാതമാണ് എന്ന് തോന്നുന്നു. പക്ഷേ കൊച്ചിയിൽ നിന്ന് വന്ന വാർത്ത എത്ര നല്ല ശുഭസൂചകമായ വാർത്തയല്ല. നല്ല എന്തെങ്കിലും വാർത്തകൾ കോഴിക്കോട് മേഖലയ്ക്ക് സംഭാവന ചെയ്യാനുണ്ടോ ഇന്നത്തെ ദിവസം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പക്ഷേ കോഴിക്കോടും ഇന്ന് നല്ല വാർത്തകളൊന്നുമല്ല. നമുക്ക് അറിയാവുന്നതുപോലെ ലഹരി വാർത്തകൾ തന്നെയാണ് കോഴിക്കോട് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിരവധിയായ ലഹരി കേസുകൾ കഴിഞ്ഞ ദിവസമൊക്കെ കോഴിക്കോട് ഒരു സ്പെഷ്യൽ കേസായി കണ്ടുകൊണ്ട് പോലീസ് നിരവധിയായ ലഹരി കേസുകൾ തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നിരവധി MDMA, കഞ്ചാവ് ഒക്കെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കഞ്ചാവ് വിഴുങ്ങിയ യുവാവ് ആശുപത്രിയിലാണ്, MDMA വിഴുങ്ങിയെന്ന് സംശയിക്കുന്ന യുവാവ് ആശുപത്രിയിലാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ആശ്വാസകരമല്ല കാര്യങ്ങൾ. മനുഷ്യരുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ താമരശ്ശേരിയിലെ പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ വയറ്റിൽ ഒരു തരി പോലുള്ള വസ്തു കണ്ടെത്തിയെന്നാണല്ലോ കേൾക്കുന്നത്. അതെ അരുൺകുമാർ, ഇന്നലെ വൈകിട്ടോടെയാണ് ഫായിസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഫായിസിനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം എന്തോ വിഴുങ്ങിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. പോലീസും കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ സ്കാനിങ് നടത്തിയപ്പോൾ അതിന് റിസൾട്ട് വൈകിയാണ് വന്നത്. വയറ്റിൽ തരി പോലുള്ള എന്തോ ഒരു സാധനമുണ്ട് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് MDMA ആണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. കാരണം വയറ്റിലെന്തോ ഒരു തരിയുണ്ട്, അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ MDMA ആണോ എന്ന് പരിശോധിക്കാനാവൂ എന്ന് പറയുന്നു. അതേസമയം നാട്ടുകാർ സ്ഥിരീകരിച്ച് പറയുന്നത് ഇത് MDMA തന്നെയാണ്. ഇയാൾ സ്ഥിരമായി MDMA ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല പിടികൂടുമ്പോഴടക്കം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത് MDMA തന്നെയാണെന്ന ഉറപ്പിലാണ് നാട്ടുകാരുള്ളത്. മാത്രമല്ല ഇയാൾ വലിയ അക്രമാസക്തനായി ഇന്നലെ കുടുംബാംഗങ്ങളെയൊക്കെ ആക്രമിക്കും, കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് പോലീസ് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് MDMA ലഹരിയിൽ തന്നെയായിരുന്നു ഇയാളെന്നും കൈവശമുണ്ടായിരുന്നതും വിഴുങ്ങിയതും MDMA തന്നെയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, MDMA വിഴുങ്ങിയാൽ ഡോക്ടർമാർ പറയുന്നത് അനുസരിച്ച് അത് ശരീരത്തിനുള്ളിൽ ചെന്നാൽ മരണകാരണമായേക്കാം. നമ്മളുടെ മുമ്പിൽ MDMA വിഴുങ്ങിയ കക്ഷികളൊക്കെ മരിച്ച കേസുകളുമുണ്ട്. അപ്പോൾ ഇത് ഉള്ളിൽ പോയാൽ അത് രക്തത്തിൽ കലർന്നാൽ ഉടൻ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംശയവും ഭയവും പോലീസിനും ഡോക്ടർമാർക്കും ഉണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷേ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പം ഇപ്പോഴില്ല എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്കറിയാം, നേരത്തെ പോലീസിനെ കണ്ടപ്പോൾ MDMA വിഴുങ്ങിയ ഷാനിദ് എന്ന് പറയുന്നൊരു യുവാവ് മരിച്ചിരുന്നു. അയാൾ പാക്കോടെയാണ് MDMA വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. പാക്ക് പൊട്ടുകയും വയറ്റിലെത്തി രക്തത്തിലേക്ക് MDMA കലരുകയും ചെയ്തു. അങ്ങനെയാണ് ഷാനിദ് മരിച്ചത്. പക്ഷേ ഫായിസിൻ്റെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ സർജറി നടത്താനായി ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സർജറി സുഗമമായി നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അയാളുടെ ആരോഗ്യനിലയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെ വിഴുങ്ങിയത് MDMA ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ അതിന്റെ രാസപരിശോധനാ ഫലമടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഈ കൃത്രിമ ലഹരി, ഈ രാസലഹരി കൊടുത്തപ്പോൾ അതിനകത്ത് വല്ല ഡ്യൂപ്ലിക്കേറ്റും കൊടുത്തോന്നും അറിയില്ല. ഇത് MDMA ആണെങ്കിൽ അത് ശരീരത്തിനുള്ളിൽ, പ്രത്യേകിച്ച് വയറ്റിനുള്ളിൽ പോയി രക്തത്തിൽ കലർന്നാൽ ഉടനടി മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് അടക്കം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് കാത്തിരിക്കാം. ഫയാസിന് ഇപ്പോൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ വയറ്റിൻ്റെ ഉള്ളിൽ തരി പോലെ എന്തോ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വല്ല അരിപ്പൊടിയായിരിക്കും അല്ലേ? അല്ല, MDMA ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു. അത് എന്താണ് എന്നുള്ളത് അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാവൂ. നമുക്കിപ്പം സാനി തുടരുന്നുണ്ട്. സാനിയോ, ഇന്നിപ്പം കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മുടെ ഗവർണർ വരുന്നുണ്ടല്ലോ, ആർലേക്കർ. അദ്ദേഹം സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വരവൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മറഞ്ഞു നിൽപ്പുണ്ട്. SFIയുടെ കൊടിയും സാനിയയുടെ അവിടുത്തെ തത്സമയ റിപ്പോർട്ടും എല്ലാം. ഇന്നിപ്പോൾ ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടു കൂടി കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ വരികയാണ്. പക്ഷേ സെനറ്റ് യോഗത്തിൽ ഇത് ആദ്യമായിട്ടാണല്ലേ ഗവർണർ പങ്കെടുക്കുന്നത്? സെനറ്റ് യോഗങ്ങളിൽ തന്നെയും ആദ്യമായിട്ടാണ് ഒരു ഗവർണർ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഗവർണറുടെ ഉദ്ദേശം നല്ലതാണ്, അതുകൊണ്ട് തടയുന്നില്ല എന്നാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ SFI അടക്കമുള്ള ആളുകൾ, SFI പ്രവർത്തകരടക്കം പറയുന്നുണ്ടായിരുന്നത്. കാരണം ഗവർണർ എത്തുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാനും ഓരോ യൂണിവേഴ്സിറ്റിക്ക് കീഴിലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ആലോചിക്കാൻ വേണ്ടിയാണ് എന്നാണ് SFI അതുപോലുള്ള ഈ സർവകലാശാല അധികൃതരൊക്കെ പറയുന്നത്. കൂടാതെ ഈ സ്ത്രീധനത്തിനെതിരായ ക്യാമ്പയിൻ അതും നടത്താൻ കൂടിയാണ് ഗവർണർ എത്തുന്നതെന്ന് പറയുന്നു. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു യൂണിവേഴ്സിറ്റി അന്തരീക്ഷമായിരുന്നു. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ SFI അടക്കം വലിയ തരത്തിൽ പ്രതിരോധം ഏർപ്പെടുത്തിയിരുന്നു. SFI മലബാർ ജില്ലകളിൽ നിന്നൊക്കെയും പ്രവർത്തകരെ കൊണ്ടുവന്നാണ് വലിയ പ്രതിരോധം ഏർപ്പെടുത്തിയത്. സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫ്ലക്സുകൾ സർവകലാശാലയിൽ ഉയർന്ന് നമ്മൾ കണ്ടതാണ്. ആ ഫ്ലക്സുകൾ പോലീസ് എടുത്തു നീക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗവർണറും വിദ്യാർത്ഥികളും മുഖാമുഖം എത്തുന്നു. അത്തരത്തിൽ വലിയ സീനൊക്കെ ഉണ്ടായിരുന്നതാണ്.
പക്ഷേ അർലേക്കർ നമ്മുടെ ആളാണെന്നാണ് SFIയുടെ ഒരു ഒരു പൊതുവെയുള്ള കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അദ്ദേഹം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തടയില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല വന്നു പോകുന്നതിലെന്നാണ് SFI നേതൃത്വം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഇന്നിപ്പോൾ സർവകലാശാലയിൽ വരാനിരിക്കുന്ന ഈ ഫേക്ക് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള ആശങ്കയൊക്കെ നിലവിലുണ്ട്. അതൊക്കെ സെനറ്റിൽ വരുമെന്നാണ് അറിയുന്നത്. അതിലൊക്കെയും എന്താണ്, എങ്ങനെയാണ് ഗവർണർ ഇടപെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 11 മണിക്കാണ് ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ എത്തുക. ഈ സാനിയോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റമൂലി ഉപയോഗിച്ചിട്ടുണ്ടോ? ഒറ്റമൂലി ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് വലിയ പേടിയുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ഇതൊക്കെ വയറ്റിൽ ചെല്ലേണ്ട സാധനമാണല്ലോ. വയറ്റിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ഒരു ഉറപ്പുമില്ലാത്ത സാധനം നമുക്ക് ഇങ്ങനെ കഴിക്കാം. അതെ, ഞാനിത് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒറ്റമൂലിയുടെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഷാബാസ് ഷെരീഫിനെ അടക്കം ഈ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആ വിഷയത്തിൽ ഇന്നിപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് ഇന്നലെ വിധിച്ചിട്ടുണ്ട്. അവർക്ക് ശിക്ഷ ഉറപ്പാണ്. പരമാവധി ജീവപര്യന്തം വരെ കിട്ടാനുള്ള കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് എന്താണ്, ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കുമ്പോൾ കടുത്ത ശിക്ഷ ലഭിക്കും എന്ന് തന്നെയല്ലേ കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്നു ഷാബാസ് ഷെരീഫ് എന്ന് പറയുന്നത്. പ്രതികളുടെ ശിക്ഷ ഇന്നാണ് വിധിക്കുക. ഇന്നലെ തന്നെ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. 3 പ്രതികളാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അവരുടെ ശിക്ഷയാണ് മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് സെഷൻസ് കോടതി ഇന്ന് വിധിക്കുക എന്നുള്ളതാണ്. 1ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കോടതി ശരിവച്ചിരിക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയ പരിശോധന മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ കേസ് തെളിയിക്കാനായത്. 12 പ്രതികളുണ്ടായിരുന്നു. അതിൽ 1ാം പ്രതിയായിരുന്ന ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യയടക്കം 9 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. ബാക്കി 3 പേരുടെ ശിക്ഷയാണ് ഇന്ന് വിധിക്കുക. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടി സാനിയോ, ഇന്നിപ്പം ഇന്റർനാഷണൽ എർത്ത് ഡേ ആണ്, ഭൗമദിനമാണ്. വീട്ടിൽ രാത്രി 8:30 മുതൽ 9:30 വരെ വൈദ്യുതി വിളക്കുകൾ അണക്കാൻ മറക്കണ്ട. തീർച്ചയായും അത് മറക്കില്ല. നമുക്കെല്ലാവർക്കും രാത്രി ആ സമയം വൈദ്യുതി വിളക്കുകൾ അണച്ച് ഇതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സാനിയോയും ഒരു വളരെ പരിസ്ഥിതിവാദി കൂടിയാണ് സാനിയോ. പൂക്കളെയും പുഴകളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് സാനിയോ. അപ്പോൾ താങ്ക് യു സാനിയോ.